നീ ഇപ്പൊ എവിടെയാടാ ഉള്ളത്? മാമി ഞാൻ പണിക്ക് പോയി മാമി. അതെയോ? ഉം. എടാ, മാമൻ ഇന്ന് മംഗലാപുരം പോയത് നീ അറിഞ്ഞോ? ഇന്ന് മംഗലപുരം പോയാ? ഇല്ല മാമി, ഇന്നലെ വിളിച്ചപ്പോ ഇന്ന് പോന്നെയൊന്നും പറഞ്ഞില്ലല്ലോ. ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞത് അത് പോണോ, മംഗലാപുരത്ത് പോയാലല്ലേ കുറച്ചും കൂടി നല്ലേന്ന് എന്റെ അടുത്ത് പറഞ്ഞിന്. ഇന്ന് പോയോ? രാവിലത്തെ ട്രെയിനാണോ? ആ, ഇന്ന് പോയി. അപ്പൊ ഞാനിവിടെ തനിച്ചേ ഉള്ളൂ. നീ വരുവോ? ഞാൻ ഞാൻ ഇന്ന് മാമി തനിച്ച് നിൽക്കൂലേ? എടാ, തനിച്ച് നിൽക്കാൻ എനിക്ക് പേടിയാ. ആ മാമിക്ക് വേണമെങ്കിൽ ഞാൻ വരാം. അല്ല, ഇപ്പൊ ഇടി മഴയെല്ലാം ഉള്ളതല്ലേ. ആ ഇപ്പൊ പിന്നെ ആ അല്ല, നീ വന്നാല് അല്ല അത് ഞാൻ വരാം മാമി. ഞാൻ പിന്നെ പണിക്കായതുകൊണ്ട് ഞാൻ വീട്ടിൽ പോയിട്ട് പണിയൊക്കെ കഴിഞ്ഞ് പോയി വീട്ടിൽ പോയി കുളിച്ചിട്ട് വരാം. ഭക്ഷണം കഴിച്ചിട്ട് വന്നാലോ, അല്ലെ അവിടെ കാണുമോ? അല്ല, ഇവിടുന്ന് ഭക്ഷണം കഴിക്കാം. ആ എന്നാ ഞാൻ വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ മാറി കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാം കേട്ടോ. അല്ല, പിന്നെ നീ വീട്ടിൽ പോണമെന്നില്ല. നീ ഇവിടെ വന്നിട്ട് കുളിച്ച് ഡ്രസ്സൊക്കെ മാറാം. മാമന്റെതില്ലേ? എന്നാ മാമന്റെ അർത്ഥ കണക്കാവുമല്ലോ അല്ലേ. ഉം. ഉം. അന്നേരം എന്നാ ഞാൻ ഈ ഇട്ട ഡ്രസ്സ് കഴുകിയിട്ട് അവിടെ നിന്ന് ഞാൻ നാളെ പണിക്ക് പോയിക്കോളാം. ആ, അതൊക്കെ അല്ല, അത് ഞാൻ ശരിയാക്കി തരാം. ആ ഡ്രസ്സൊക്കെ ഇവിടെയുണ്ട്. അപ്പൊ കുഴപ്പമില്ല. പിന്നെ ഏ, വേറെ ഉം. വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ മാമന്? മാമന് കുറച്ച് അസുഖം കുറച്ച് അധികമായിന്. അതെന്റെ അടുത്ത് പറഞ്ഞിന്. അപ്പൊ ആ പിന്നെ ആ, എനിക്കറിയുന്നതല്ലേ. അതെല്ലാം അറിയുന്ന ഞാൻ പറഞ്ഞ അതല്ല. ഇനി രാത്രി മാമൻ വരുമെന്നല്ലോ. ഇല്ല, നാളെ മാമൻ എത്തുള്ളൂ. ആ ആ എന്നാ പിന്നെ ഞാൻ ഇന്ന് എന്തായാലും വരാം. പിന്നെ ഉം. വന്നു കഴിഞ്ഞിട്ട് പിന്നെ മാമിക്ക് അന്നേരം മാമി എവിടെയാ കിടക്കുക? ഞാന് സാധാരണ എന്റെ റൂമിൽ തന്നെ കിടക്കും. ഇടിയും മഴയുണ്ടെങ്കിൽ എനക്കും ഒറ്റക്ക് കിടക്കാൻ പേടിയല്ലാന്ന് കേട്ടോ. ഇടിയും മുഴക്കം എനിക്ക് പേടിയാ. അത് മാമിക്കറിയില്ലേ. മാമീന്റെ അടുത്ത് വന്നാല് ഞാനക്ക് മാമീന്റെ അടുത്ത് തന്നെ കിടക്കണ്ടേ. നീ എന്റെ അടുത്ത് കിടന്നു, എനക്കും പേടിയാടാ. അത് മാമി പറയാൻ വേണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത്. മറ്റു സാധാരണ മാമി വിളിച്ചാ പറയുന്നില്ല എന്റെ അടുത്ത് തന്നെ കിടക്കാം, പിന്നെ പറയാതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സാധാരണ നീ തന്നെയല്ലേ മാമനില്ലാതപ്പോ എല്ലാം വരുന്നത്. എന്റെ കാര്യമെല്ലാം നോക്കുന്നത് നീ തന്നെയല്ലേ. അതെല്ലാം ഞാൻ തന്നെ, അതുകൊണ്ടാണല്ലോ പറഞ്ഞേ. ഞാൻ വിചാരിച്ച മാമി അത് മറന്നുപോയി. ഞാൻ എവിടെ മറക്കാനാ? എങ്ങനെ മറക്കാൻ പറ്റുക? ഇങ്ങനെ ഒരു വരുവാനുള്ളതുകൊണ്ട് മാമീന്റെ കാര്യങ്ങൾ മിന്നിച്ച് കൊണ്ടുപോകുന്നുണ്ടെന്നുള്ള ഓർമ്മയുണ്ടായാൽ മതി. അല്ലെങ്കിൽ മാമന് അസുഖമായാലും പിന്നെ നീ തന്നെയല്ലേ നീ തന്നെയല്ലേ വരുന്നത് അസുഖമായതുകൊണ്ട്. അതാ പറഞ്ഞ ഓർമ്മയൊക്കെ ഉണ്ടായാല് നല്ലത്. കൊറേ കാലമായിട്ട് മാമി എന്നെ വിളിച്ചിട്ടേ ഇല്ല, ഇപ്പല്ലേ വിളിക്കുന്നത്. പിന്നെ മാമന് ഇവിടെ ഉണ്ടാവുമ്പോ നിന്നെ വിളിക്കാൻ പറ്റില്ലല്ലോ. അല്ല അത് പറ്റൂല. എന്നാലും ഇടക്കൊക്കെ മാമനെവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ വിളിക്കാം. ഞാൻ ചിലപ്പോ ഓർക്കാറുണ്ട് മാമി വിളിക്കില്ലല്ലോ. അല്ല, നിനക്ക് ഇടയ്ക്ക് ഇങ്ങ് വന്നൂടെ? അങ്ങനെ വന്നാ മാമൻ ഉണ്ടാവൂല്ലേ. വെറുതെ വന്നിട്ട് മാമീനെ കണ്ടുപോയിട്ട് എന്തിനാ? അല്ല, ഞാൻ വിളിക്കുന്നതിനേക്കാളും നല്ലത് നിനക്ക് വരുന്നതല്ലേ. അതല്ല മാമി, അന്നേരോ മാമൻ ഉണ്ടാകുമ്പോ അവിടെ വന്നിട്ട് എന്നാ ചെയ്യാനാ? മാമന് ഉണ്ടാവുമ്പോ നമുക്ക് വേറെ എന്തെങ്കിലും നോക്കൂടെ? അത് എന്നിട്ട് വേണം മാമന്റെ കണ്ണ് പൊട്ടുന്നെങ്കിൽ അതോടെ എല്ലാ പദ്ധതിയും പൊളിഞ്ഞ. മാമ മരുന്നെല്ലാം കഴിച്ചിട്ട് വേഗം ഓർമ്മ. നേരം മാമിയല്ലേ എന്നെ വിളിക്കണ്ടേ. ഞാനൊന്നുമില്ലേ പെണ്ണ് കെട്ടാണ്ടിരിക്കുന്ന ഒരു മരുവാനല്ലേ, ഒരേ ഒരു മരുവാൻ. എനക്കും കൊറേ ആടെ ഇല്ലാത്തത്. പിന്നെ മാമൻ വിളിക്കണ്ടേ, അതല്ലേ ഞാൻ പറയുന്നത്.
മാമിയാണെങ്കിൽ പിള്ളേരും ഇല്ല, മാമനാണെങ്കിൽ ഇട്ട് തിന്നുകയില്ല. ഇങ്ങനെ വെച്ചിട്ട് ഉണക്കി കളയുന്ന എന്തിനാ മാമി? അല്ല, മാമന് അസുഖമായതുകൊണ്ട് പിന്നെ ഇങ്ങനെ ഇതൊന്നും ചെയ്യാൻ പറ്റൂല. അപ്പൊ കുറച്ചായ ഒന്നുമില്ലാതെ കുറേ ആയിരം പിന്നെന്താ ആ വായിലെന്നാ എന്നെ വിളിച്ചൂടെ? അതല്ലേ ഇപ്പം നിന്നെ ഞാൻ വിളിച്ചത്. എത്ര കാലം കൂടിയിട്ടാ? ഏഹ് എത്ര കാലം കൂടിയിട്ടാ? നീ പിന്നെ ഞാൻ വിളിക്കാനാക്കണ്ട. നീ ഇടക്കിടക്ക് വരുമോ എൻ്റെ അടുത്ത്? ഇടക്കിടക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, വന്നു കഴിഞ്ഞാൽ എനിക്ക് മാമീനെ കണ്ടാ പിന്നെ ചുമ്മാ അതങ്ങ് പോകാൻ പറ്റില്ല മാമി. അതുകൊണ്ടാണ് ഞാൻ വരാതെ. പിന്നെ ഒന്നും പോണ്ട, നിനക്ക് വേണ്ടതെല്ലാം ഉണ്ടാവും. എന്നാ പിന്നെ മാമിക്ക് അതിനെ പറഞ്ഞാൽ പോലെ ഇപ്പൊ തന്നെ ഞാൻ വെച്ച് ഒന്നുമില്ല, വെറുതെ രാത്രി കൂട്ടുകിടക്കാന്നാ വിചാരിച്ച്. അങ്ങനെ നീ എപ്പെങ്കിലും ഇവിടെ വന്നിട്ട് അങ്ങനെ പോയിട്ടുണ്ടോ? ഒന്നുമില്ല, ഇത് പഠിപ്പിച്ച തന്നെ മാമിയാണ്. ഇങ്ങനെ ഒരു കളി ഉണ്ട് എന്ന് പഠിപ്പിച്ച തന്നെ മാമിയല്ലേ എന്നെ. അപ്പൊ നീ കുറച്ച് ചെറുതല്ലേ? ചെറുതേനും അത് ചെറുതേനും, പക്ഷെ അന്ന് എനിക്ക് ഇതിനെ പറ്റി വലിയ പിടിപാടൊന്നുമില്ല. ഞാൻ ആരോടും പറയാതെ എന്തോ ഭാഗ്യം ഇങ്ങനെയൊക്കെ ഉണ്ടേനു. നീ പണ്ടേ എന്റെ കൂടെ ഇങ്ങനെ മാമി മാമിയെന്ന് പറഞ്ഞിട്ട് ഒന്നിച്ചല്ലേ കിടന്നുറങ്ങുമോ? അതുകൊണ്ടാണല്ലോ ഇപ്പോ ഞാൻ അങ്ങനെ തന്നെ നിൽക്കുന്നു. അപ്പൊ പിന്നെ നീ എവിടെയല്ല എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് എവിടെയല്ല അറിയാ തൊടുന്നത്? ഇപ്പ അല്ലേ എന്നേരം അതല്ലൊരു അത്ര ഇതായിരുന്നു. പക്ഷെ ഇപ്പേനു ആ സമയം ഇപ്പാങ്കിലേനു വിചാരിക്കുന്നത്. നമുക്ക് ഇന്നങ്ങനെ കിടക്കാം, കളിച്ചുകൊണ്ടും കിടക്കാം അല്ലേ ഇന്ന്. ഇന്നിന് പിന്നെ ഒന്നും നോക്കണ്ടല്ലോ. എന്നാല് ഇവിടെ വന്നിട്ട് കുളിക്കാം കേട്ടാ. പിന്നെ ആടെ വന്നിട്ട് തന്നെ കുളിക്കാം. മാമൻ രാവിലെ എത്തുമല്ലേ ഉച്ചയാവത്തെ? ഉച്ചയാവുമല്ലേ? മാമനെ നാളെ ഞാൻ പറഞ്ഞേ രാത്രി ഒന്നും ഇങ്ങോട്ടേക്ക് പുറപ്പെടണ്ട, രാവിലത്തെ ട്രെയിനിൽ വന്നാൽ മതി എന്ന് പറഞ്ഞത്. രാവിലത്തെ ട്രെയിന് ഏതാണ്ടത് ഉച്ച കഴിയും. അതുവരെ നമുക്ക് സമയമുണ്ടല്ലോ. സമയമുണ്ട്. എനിക്ക് രാവിലെ പഠിക്കുമ്പോണ്ടേ. നീ നാളെ പണിക്ക് പോകുന്നുണ്ടോ? രാവിലെ പോകണ്ട, നമുക്ക് രാത്രി കിട്ടിയാ പോരെ. 2 ദിവസം കിട്ടിയാ നല്ലതല്ലേ. നീ നാളെ പണിക്ക് പോകണ്ട, മാമൻ വന്നിട്ട് പോകാം. മാമനോട് പറഞ്ഞ എന്നെ വിളിക്കൂന്ന്? അല്ല, ഞാൻ പറഞ്ഞു. പിന്നെ അങ്ങനത്തെ സംശയമൊന്നുമില്ലല്ലോ. സംശയം ഉണ്ടായെന്താ? മാമന് ഒരു സഹായല്ലേ ഞാൻ ചെയ്യുന്നു. മാമന് ചെയ്യാൻ പറ്റാത്തല്ല ഞാനല്ലേ ചെയ്തു തരുന്നു. ഏതൊരു സംശയം? അല്ല, പിന്നെ അങ്ങനെ സംശയമൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ എനിക്ക് എപ്പ വേണമെങ്കിലും വരാം. അന്ന സംശയമൊന്നുമല്ല, മാമീനെ സംശയിക്കാണ്ട് നോക്കിക്കോ. എന്നെ സംശയമൊന്നുമില്ല. പിന്നെന്നാ മാമനോ ഇത് കഴിയില്ല, പിന്നെ ഞാനെന്നാ ചെയ്യണ്ടേ? അതുകൊണ്ട് തന്നെ ഞാനും പറഞ്ഞു. അപ്പൊ പിന്നെ എങ്ങനെയെങ്കിലും ഒപ്പിച്ച് കൊണ്ടോണ്ടേ? അപ്പൊ ഈ കാര്യം ഞാൻ എങ്ങനെയെങ്കിലും കൊണ്ടോണ്ടേ മുന്നോട്ട്? അത് വേണം. അപ്പൊ കൊറേ ഒന്നും ഇല്ലാതെ അപ്പൊ ഇന്ന് മൊത്തം ആയിരിക്കുള്ളല്ലേ. മൊത്തത്തിലൊന്ന് അഴിച്ചു കഴിയണം. എന്നാ പിന്നെ ഞാൻ വേഗം പണി തീർത്തിട്ട് വരുന്നു. നീ വീട്ടിൽ വിളിച്ചു പറഞ്ഞേട്ടാ.